ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് തിരുസഭ മാതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ സ്വന്തം ദേശത്തെ സിനഗോഗിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വിസ്മയഭരിതരായി ചോദിക്കുകയാണ്, ഇവനെ ഈ ജ്ഞാനവും ശക്തിയൊക്കെ എവിടെ നിന്നാണ്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? ഈ യാക്കോബ്, ജോസഫ് എന്നിവരൊക്കെ ഇവൻ്റെ സഹോദരങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുനാഥനെ അവർ ഇടറുകയാണ്. യേശുനാഥനെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഇസ്രയേലിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവർ ഈ പണക്കാരിലും സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യരിലൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടിരുന്നത്. അതായത് സമൂഹത്തിലെ വലിയ മനുഷ്യർ, സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യർ, സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിരുന്ന മനുഷ്യർ, പണക്കാരായിരുന്ന മനുഷ്യർ, ഇവരൊക്കെയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നും അങ്ങനെ അല്ലാത്തവരൊക്കെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്നും ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു രാജകൊട്ടാരത്തിലൊക്കെയാണ്. പക്ഷേ ഇവിടെ മിശിഹ വന്നതാകട്ടെ തച്ചൻ്റെ മകനായിട്ടാണ്, ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മകനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള യേശുനാഥനെ ഒരു ദൈവമായി എന്നതിനേക്കാൾ ഉപരി ഒരു പ്രവാചകനായി പോലും കാണാൻ ഇവർ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് ഈ എളിയ മനുഷ്യരൊക്കെ അവർക്ക് വെറുപ്പും പുച്ഛമൊക്കെ ആയിരുന്നു. അവരെ ദൈവവും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ആ ചിന്തകളെയൊക്കെ മാറ്റിമറിക്കുകയാണ് യേശുനാഥൻ. ഒരു സാധാരണക്കാരൻ്റെ കുടിലിൽ പോലും ദൈവത്തിനെ വന്ന് പിറക്കാനാകുമെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നും യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ യേശുനാഥനെ ദൈവമായ അവിടുത്തെ ഊട്ടിയത് ഈ അപ്പൻ്റെ അധ്വാനം കൊണ്ടാണ്. ഈ അപ്പൻ്റെ അധ്വാനം കൊണ്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ സുഭിക്ഷമായി ആഹാരം കഴിച്ച് ജീവിച്ചത്. ഈശോയെ അല്ലലില്ലാതെ വളർത്തുവാൻ വളരെയധികം പാടുപെട്ട ജോസഫ് എല്ലാ അപ്പന്മാർക്കും തൊഴിലാളികൾക്കും ജോലി ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും മാതൃകയെ തിരികണം. അത് അപ്പന്മാർക്ക് മാത്രമല്ല, ഓരോ അമ്മമാർക്കും അവിടെ നിന്നൊരു മാതൃകയായി മാറുകയാണ്. ജോസഫ് ദൈവത്തെ പോലും അന്നം നൽകി വളർത്തിയ മനുഷ്യനാണ്. അപ്പോൾ ഇത് നൽകുന്നൊരു സൂചനയുണ്ട്. ജോസഫ് ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കാം, കാരണം ജോസഫിന് സ്വപ്നത്തിൽ കിട്ടിയ ദർശനം പോലെ ദൈവപുത്രനാണ് തൻ്റെ മകനായി ജനിക്കുന്നതെന്ന് ജോസഫിന് വളരെ വ്യക്തതയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മുടെ ജീവിത ഇടങ്ങളിൽ അന്നം നൽകുന്ന ചില മനുഷ്യർ ദൈവത്തിൻ്റെ സാന്നിധ്യം പേറുന്ന മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ സുവിശേഷം നൽകുകയാണ്. അപ്പോൾ അധ്വാനിക്കുന്ന ഓരോ മനുഷ്യനും അവൻ തനിക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ച് അവൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവരറിയാതെ തന്നെ ദൈവത്തെ അന്നമൂട്ടുന്ന മനുഷ്യരെ മാറുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തച്ചൻ്റെ മകനായ യേശുനാഥൻ വളർന്നതുപോലെ ഇന്ന് ഈ ലോകത്തിലെ സാധാരണ ഇടങ്ങളിൽ പോലും ദൈവിക സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകണം. അത് മനസ്സിലാക്കാൻ ദാർഢ്യവും ബുദ്ധിക്ക് വേണ്ടിയും നടക്കുന്ന മനുഷ്യർക്കൊന്നും സാധിക്കില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന എളിയ മനുഷ്യർക്ക് എളിയ ഇടങ്ങളിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. ജോസഫ് അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ മനുഷ്യനാണ്. ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് തളരാതെ ദൈവത്തെ സഹായിച്ച ഒരു മനുഷ്യൻ. ദൈവത്തെ സഹായിച്ചു എന്നത് പറയുമ്പോൾ ഈ ഈശോയ്ക്ക് വേണ്ട എല്ലാം ചെയ്തു നൽകിയത് ഔസേപ്പാണ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ദൈവത്തെ പോലും സഹായിച്ച മനുഷ്യനാണ്, ദൈവത്തിൻ്റെ അപ്പനായി മാറിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെയും ജീവിത ഇടങ്ങളിൽ ഞാൻ ചെയ്യുന്ന ചെറിയ നന്മകൾ, മറ്റുള്ള മനുഷ്യർക്ക് ഞാൻ നൽകുന്ന ഒരു അന്നവും അത് ദൈവത്തിന് നൽകുന്ന ദൈവ സാന്നിധ്യത്തിന് നൽകുന്ന ഒരു വലിയ അടയാളമായി മാറുന്നുവെന്ന് ഔസേപ്പ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ തൊഴിലാളികളെയും നമുക്ക് ഓർക്കാം. അവർ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവരുടെ രക്തം വിയർപ്പാക്കി അവർ സാധാരണ മനുഷ്യരെ അന്നമൂട്ടുമ്പോൾ, കുടുംബത്തിനെ അന്നമൂട്ടുമ്പോൾ അവർ ഒരു ജോസഫായി മാറുകയാണ്. അവരും യേശുനാഥൻ്റെ അപ്പൻ്റെ ജീവിതം പേറുന്ന മനുഷ്യരെ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. ഒപ്പം ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു വിളി കൂടെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മറ്റു മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മനുഷ്യരായി മാറണമെന്നുള്ള ഒരു വിളി കൂടെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.